നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക് നമ്മുടെ കേരള സംസ്ഥാനത്തെ 108 ഗവൺമെന്റ് ITകളിലേക്ക് 78 ട്രേഡുകളിലേക്ക് ഗവൺമെന്റ് ഇപ്പോൾ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, ഇതെങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക, ഏതാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്, എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. 1950കളിൽ ക്രാഫ്റ്റ്സ്മാൻ പരിശീലന പദ്ധതി പ്രകാരമാണ് ഈ ITകൾ കേരളത്തിൽ അതോടൊപ്പം തന്നെ ഇന്ത്യയിലുടനീളം ആവിഷ്കരിച്ചത്. ഇതിൽ NCVTയുടെ ഭാഗമായിട്ടുള്ള കോഴ്സുകളുണ്ട്. അതായത് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്, ഇത് രണ്ടിന്റെ കീഴിൽ പല സ്ഥാപനങ്ങളും ഉണ്ട്. അവിടെ പലവിധ കോഴ്സുകൾ നൽകുന്നുണ്ട്. ഇതിന് ആർക്കൊക്കെയാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. 10ാം ക്ലാസ് ജയിച്ചവർക്കും 10ാം ക്ലാസ് തോറ്റവർക്കും തന്നെ ഈ ITയിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് +2 പഠിക്കാനായിട്ട് താല്പര്യമില്ല, ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ട്രേഡാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ അതിലെ ബെസ്റ്റ് ഓപ്ഷനാണ് ITI എന്ന് പറയുന്നത്. ITIയിൽ ഞാൻ ആദ്യം പറഞ്ഞു 78 ട്രേഡുകളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൽ 6 മാസത്തെ കോഴ്സുകളുണ്ട്, 1 വർഷത്തെ കോഴ്സുകളുണ്ട്, 2 വർഷത്തെ കോഴ്സുകളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രേഡ് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ ITIയിൽ പഠിക്കുന്നതിന്റെ ഗുണമെന്ന് വെച്ചാൽ നിങ്ങളെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആക്കി വിടുകയാണ് അവർ. നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള പല കമ്പനികളിൽ ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ വിദേശത്തും ഈ ഒരു സ്കിൽഡ് ലേബറേഴ്സിന്റെ ആവശ്യം എപ്പോഴും നിലവിലുണ്ട്. വിദേശത്ത് ജോലിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് ഒരു സ്വയം തൊഴിലെന്ന നിലയിൽ ഈ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യവസായം ആരംഭിക്കാവുന്നതേ ഉള്ളൂ. എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലും നോൺ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലും ആയിട്ടാണ് പല ട്രേഡുകളിലും ഇവര് നിങ്ങൾക്ക് പരിശീലനം നൽകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. നിങ്ങൾ SSLC തോറ്റവരാണെങ്കിലും SSLC ജയിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായ പല കോഴ്സുകളും ഇവിടെ നിലവിലുണ്ട്. സാധാരണഗതിയിലുള്ള നമ്മുടെ സ്കൂളിംഗ് അനുസരിച്ചിട്ടല്ല നിങ്ങൾ SSLC പരീക്ഷ അറ്റൻഡ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് സാക്ഷരതാ മിഷൻ നടത്തുന്ന A-ലെവൽ പരീക്ഷ 10ാം തര തുല്യമായിട്ടുള്ള A-ലെവൽ പരീക്ഷ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിന് ITIക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നാഷണൽ ഓപ്പൺ സ്കൂളുകളിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് ITIക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ SSLC എഴുതി SSLC തോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ജയിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പറയുന്നത്. അധിക വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് +2 അതിന് അധികമോ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ചേരാനായിട്ട് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ SSLC പാസ് ഓർ ഫെയിൽ ആണ്. ഈ 2025-26 അക്കാഡമിക് ഇയറിലേക്കുള്ള കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രായം കണക്കാക്കുന്നത് 14 വയസ്സാണ്. അതായത് 1/8/2025. ഈ വർഷം ഓഗസ്റ്റിൽ നിങ്ങൾക്ക് 14 വയസ്സ് പൂർത്തിയായിരിക്കണം. പക്ഷേ LMB കോഴ്സുകൾക്ക്, അതായത് ഡ്രൈവർ കം മെക്കാനിക് കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ചേരണമെങ്കിൽ നിങ്ങൾ 18 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഉയർന്ന പ്രായപരിധി ഒരു കോഴ്സിനും ബാധകമല്ല. അതായത് നിങ്ങൾക്ക് എത്ര വയസ്സാണെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സിന് ചേരാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തൊഴിലിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാവീണ്യം ഉണ്ടായിരിക്കാം. ഉദാഹരണത്തിന് ഫിറ്റർ, വെൽഡർ, AC മെക്കാനിക്, അങ്ങനെ എന്തിനെങ്കിലും നിങ്ങൾക്ക് പ്രാവീണ്യം ഉണ്ടായിരിക്കും. നിങ്ങൾ അതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് നിങ്ങൾക്ക് പല ജോലികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കും കൂടി ഒരു ഉപകാരമാണ് ഇതിന് ഉയർന്ന പ്രായപരിധി ഇല്ല എന്നുള്ളത്. നിങ്ങൾക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ITI കോഴ്സിന് ചേരാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ജോലിക്ക് ശ്രമിക്കണമെങ്കിൽ, അല്ലെങ്കിൽ PSCയിൽ തന്നെ കുറേ വേക്കൻസികളിൽ ടെക്നിക്കൽ ട്രേഡിലുള്ളവരെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അവരെ ജോലിക്കായിട്ട് പരിഗണിക്കുകയുള്ളൂ. അപ്പൊ ഇതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ പോയി പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കണം. അപ്പോൾ ഈ ഏജ് ലിമിറ്റ് കട്ട് ഓഫ് മാക്സിമം ഇല്ലാത്തതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇതിന് ചേരാവുന്നതാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കണ്ടീഷനാണ് നിങ്ങളുടെ നേറ്റിവിറ്റി. ഇത് കേരളത്തിൽ സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമേ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ജനിച്ചവരാണെങ്കിലും കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിൽ സ്ഥിരതാമസക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ഇതിന് മുന്നേ ഒരു ട്രേഡ് ITIയിൽ പഠിച്ചവരാണെങ്കിൽ
നിങ്ങൾക്ക് വേറൊരു ട്രേഡ് ഇനി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിനുള്ള അവസരം അവർ തരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ പരിഗണിക്കുക. ആദ്യമായിട്ട് പ്രവേശനം നേടുന്നവരെ ആദ്യം പരിഗണിച്ചതിന് ശേഷം ബാക്കി സീറ്റ് വേക്കന്റ് വരികയാണെങ്കിൽ നിങ്ങളെയും കൂടി അവരെ ഇതിൽ പഠിക്കാൻ അനുവദിക്കുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ലഭിക്കുന്നവരാണെങ്കിൽ സ്റ്റൈഫൻഡ് ലഭിക്കില്ല എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അപ്പൊ നേരത്തെ നമ്മൾ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് SSLC പരീക്ഷയിൽ ലഭിച്ച ഇംഗ്ലീഷ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളുടെ മാർക്കിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുക അഡ്മിഷൻ സമയത്ത്. ഇനി നോൺ മെട്രിക് ട്രേഡുകളിൽ നിങ്ങൾ മെട്രിക്കുലേഷൻ ജയിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മെട്രിക് ട്രേഡുകളിൽ നിങ്ങൾ പ്രീ ഡിഗ്രിയോ അല്ലെങ്കിൽ +2 പാസ്സായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഗ്രേസ് മാർക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ സംസ്ഥാന യുവജനോത്സവങ്ങളിൽ 1ാം സമ്മാനം നേടിയവർക്കും 2ാം സമ്മാനം നേടിയവർക്കും എല്ലാം അതിനുള്ള ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ NCC പരിശീലനത്തിന് ശേഷം ABC ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നേടിയവരാണെങ്കിൽ അതിന്റെ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. NSS പരിശീലനത്തിന് ശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മാർക്കും അതോടൊപ്പം തന്നെ ഗ്രേസ് മാർക്കും എല്ലാം കണക്കാക്കിയിട്ടാണ് നിങ്ങൾക്ക് അവരുടെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. ഇതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ ഓരോ കാറ്റഗറിക്ക് ലഭിക്കുന്ന സംവരണ ആനുകൂല്യങ്ങളെല്ലാം ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ചില ബ്ലോക്കുകളെ പിന്നോക്ക ബ്ലോക്കുകളാക്കി തരംതിരിച്ചിട്ട് അവിടെ നിന്ന് വരുന്ന കുട്ടികൾക്കും അതനുസരിച്ചിട്ടുള്ള ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതാണ്. ഇതെല്ലാം പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്, ഏതെല്ലാം ബ്ലോക്കുകളാണെന്നുള്ളതും എത്രയൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രേസ് മാർക്കുകൾ എന്നുള്ളതെല്ലാം തന്നെ. ഇനി നമുക്ക് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന തീയതികൾ, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് വേണ്ട ഡോക്യുമെന്റ്സ്, എത്രയാണ് ഇതിന്റെ ഫീസ് എന്നുള്ളതെല്ലാം കൂടി നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന തീയതി 31/5/2025 സ്റ്റാർട്ട് ചെയ്തത്. അത് അപേക്ഷയുടെ വെരിഫിക്കേഷൻ തുടങ്ങുന്നത് 5/6/2025 മുതലാണ്. ഇനി ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയാണ് 20/6/2025. അതായത് ജൂൺ 20 വരെ ഈ ആപ്ലിക്കേഷൻ അവർ സ്വീകരിക്കുന്നതാണ്. ഇനി ഈ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ വെരിഫിക്കേഷൻ നടത്തുന്നതിന്റെ അവസാന തീയതി 24/6 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി ജൂൺ 30 അതായത് 30/6. അഡ്മിഷന് അർഹരായവരുടെ ലിസ്റ്റ് ഇവർ പ്രസിദ്ധീകരിക്കും. അതായത് ഈ ജാലകം പോർട്ടലിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് SMS ആയിട്ടോ എല്ലാം ലഭിക്കും. അതിന്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3/7/2025 അതായത് ജൂലൈ മാസത്തിലാണ്. അഡ്മിഷൻ തീയതി 7/7 മുതലാണ് ആരംഭിക്കുക. ഈ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് ഇട്ടതിന് ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെ എല്ലാ റാങ്ക് ലിസ്റ്റുകൾ അവരിടുന്നതായിരിക്കും. അപ്പൊ 7/7 ഇതിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റിലായിരിക്കും ക്ലാസ് തുടങ്ങുന്നത്. എങ്ങനെയാണ് നമ്മൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാന്ന് നോക്കാം. അപ്ലൈ ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ det.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ itiadmissions.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഈ കേരളത്തിൽ 108 ഗവൺമെന്റ് ITകളിലേക്കും പ്രവേശനത്തിന് ഈ ഏതെങ്കിലും ഒരു പോർട്ടലിലൂടെ ഒരേ ഒരു അപേക്ഷ മാത്രം നിങ്ങൾ സമർപ്പിച്ചാൽ മതി. അതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ആണ്. ഈ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫുൾ നെയിം ആണ് കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ പേരടിച്ചു കൊടുക്കണം. രണ്ടാമത് വേണ്ട നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പറാണ്. ഈ മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ മൊബൈല് ആക്റ്റീവ് ആയിരിക്കണം. കാരണം നിങ്ങൾക്ക് ഫർദർ കറസ്പോണ്ടൻസ് എല്ലാം വരുന്നത് SMS ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. ഇനി അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും കൊടുക്കണം, നിങ്ങളൊരു പാസ്വേഡും കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ SMS ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് ബാക്കി ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ രജിസ്റ്റർ ചെയ്തതിന് അടുത്ത പ്രൊസീജിയറാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാന്നുള്ളത്. അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നൽകണം. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ്, അതോടൊപ്പം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സംവരണത്തിന് അർഹരാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഫിസിക്കലി ഡിസേബിൾഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റും ഇവിടെ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഒരു സെൽഫ് ഡിക്ലറേഷനും കൂടി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ സെക്കൻഡ് പാർട്ട്, അതായത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ പ്രൊസീജിയറാണ് ഏത് IT ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്നും അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് ട്രേഡാണ് തിരഞ്ഞെടുക്കുന്നതെന്നും. നിങ്ങൾ
ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ITIകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലക്കാരനാണോ അതല്ലെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലാണോ ചേരാൻ ആഗ്രഹിക്കുന്നത് ആ ജില്ല നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആ ജില്ലയിലുള്ള എല്ലാ ITIകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഏത് ITI ആണോ അത് നിങ്ങൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കണം എന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഏത് ട്രേഡ് ആണോ അത് നിങ്ങൾ മുൻഗണനാ ക്രമത്തിൽ തന്നെ കൊടുക്കേണ്ടതാണ്. ഏത് കോഴ്സുകളാണോ നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങളുടെ ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് വേണം നിങ്ങൾ ട്രേഡ് സെലക്ട് ചെയ്യാൻ. പക്ഷെ നിങ്ങൾ ITI സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഓർഡർ ഓഫ് പ്രിഫറൻസ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം കാണാവുന്നതാണ്. അതായത് വ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ശരിയാണോ എന്ന് നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പേയ്മെന്റ് അടയ്ക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്. ഈ 100 രൂപ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അങ്ങനെ ഏത് മെത്തേഡ് വെച്ചിട്ടും നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. ഈ 100 രൂപ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമും കൂടി അടച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കുക. ഈ പ്രിന്റ് ഔട്ടുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്ത ITIയിൽ നിങ്ങൾ പോയതിനു ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോമും അതോടൊപ്പം തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ്, അതോടൊപ്പം നിങ്ങൾ ഗ്രേസ് മാർക്കിനായിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ, നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡിന്റെ ഒറിജിനൽ, അങ്ങനെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഈ പ്രിന്റ് ഔട്ട് ഫോമുമായിട്ട് തൊട്ടടുത്ത വ്യാവസായിക പരിശീലന കേന്ദ്രത്തിന് കീഴിലുള്ള ITIയിൽ പോയിട്ട് അവിടെ വേരിഫിക്കേഷൻ ചെയ്യിക്കേണ്ടതാണ്. വേരിഫിക്കേഷൻ ചെയ്യാത്ത അപേക്ഷകൾ ഇവർ അഡ്മിഷന് വേണ്ടി പരിഗണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ അപേക്ഷാർത്ഥികളും നിർബന്ധമായിട്ടും ഈ അപേക്ഷ പരിശോധന പൂർത്തിയാക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ഈ വേരിഫിക്കേഷൻ നടത്തുന്നത് വരെ നിങ്ങൾക്ക് ഈ എന്തെങ്കിലും ആപ്ലിക്കേഷനിലെ തിരുത്തുകൾ വരുത്താനുണ്ടെങ്കിൽ, അതായത് ട്രേഡ് ചോയ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ITI ചോയ്സുകളായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ നടത്തുന്നത് വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇതിന്റെ ഫൈനൽ പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കുക. വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ യാതൊരുവിധ തിരുത്തലുകളും നടത്താൻ സാധിക്കില്ല. അപ്പോൾ ഈ ഫസ്റ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷന്റെ ഫൈനൽ പ്രിന്റ് ഔട്ട് ലഭിക്കുകയുള്ളൂ. ഈ ഫൈനൽ പ്രിന്റ് ഔട്ടിന്റെ ഒരു ഹാർഡ് കോപ്പി നിങ്ങൾ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് ആവശ്യമായിട്ട് വരും. ഇനി നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഓരോ ITIകളിലും ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം, അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണത് എങ്ങനെ എന്നുള്ളതെല്ലാം തന്നെ നിങ്ങൾക്ക് ITIയിൽ പോയാൽ അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അവർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഓൺലൈൻ ഫീ പേയ്മെന്റ് നടത്തുന്നതിനും വേണ്ടി വരെ ഈ ഹെൽപ്പ് ലൈൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും ഇതിനു മുന്നേ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് നിങ്ങൾ TC നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതാണ്. കേരളത്തിൽ എവിടെയൊക്കെയാണ് ITIകൾ ഉള്ളത്, ആ ITIയിൽ ഏതൊക്കെ ട്രേഡുകളാണുള്ളത്, എത്ര വർഷത്തെ കോഴ്സുകളാണ് എന്നുള്ളതെല്ലാം തന്നെ ഇതിന്റെ പ്രോസ്പെക്ടസിൽ അവർ നൽകിയിട്ടുണ്ട്. ആ പ്രോസ്പെക്ടസ് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഈ കോഴ്സുകൾ തന്നെ 2 രീതിയിലുള്ള കോഴ്സുകളാണ് ഇവർ നടത്തുന്നത്. അതായത് SCVT കോഴ്സുകളും NCVT കോഴ്സുകളും. SCVT എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് അംഗീകരിച്ച കോഴ്സുകളും NCVT എന്ന് പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് അംഗീകരിച്ച കോഴ്സുകളാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ITIകളിൽ നൽകുന്നത്. NCVTയുടെ കോഴ്സുകൾ എന്താണെന്ന് ആദ്യം പറയാം. അതായത് നമ്മുടെ സർക്കാർ ITIയിലെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള NCVTയുടെ അഫിലിയേഷൻ ലഭിച്ച ട്രേഡുകളാണ് NCVT കോഴ്സുകൾ എന്ന് പറയുന്നത്. 80% കുറയാത്ത ഹാജരോടുകൂടി നിങ്ങൾ ഈ പരിശീലന കാലാവധി പൂർത്തിയാക്കിയാൽ ഡയറക്ടർ ജനറൽ ഓഫ് ട്രെയിനിങ്, അതായത് DGT നടത്തുന്ന അഖിലേന്ത്യാ പരീക്ഷയിൽ പങ്കെടുക്കാൻ നിങ്ങൾ അർഹരായിരിക്കും. ആ പരീക്ഷയിൽ ജയിക്കുന്നവർക്കാണ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക. അതാണ് NCVT കോഴ്സുകളുടെ പ്രത്യേകത. SCVT കോഴ്സുകൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുക. അതായത് സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന കോഴ്സുകളാണ് ഇത്. അതായത് സംസ്ഥാന സർക്കാരിന്റെ ITIകളിലെ SCVT ട്രേഡുകളിൽ 80% കുറയാത്ത ഹാജരോടുകൂടി നിങ്ങൾ പരിശീലനം പൂർത്തിയാക്കുകയാണെങ്കിൽ SCVT നടത്തുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഈ പരീക്ഷ വിജയിക്കുന്നവർക്കാണ് SCVTയുടെ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. SCVT കോഴ്സുകളിലാണ് 6 മാസം ദൈർഘ്യമുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുക. പിന്നെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഒരു കോഴ്സ് ഫീ അടയ്ക്കേണ്ടതുണ്ട്. അത് 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കോഴ്സുകൾക്കാണെങ്കിൽ അടയ്ക്കേണ്ട തുക 950 രൂപയാണ്. 2 വർഷ കോഴ്സുകൾക്ക് കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ 1270 രൂപയാണ്. അപ്പൊ ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് ITI അഡ്മിഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ എഴുതി ചോദിക്കാം. ഇതിന്റെ അഡ്മിഷന്റെ
ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു എഡ്യൂക്കേഷണൽ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.